ഹായ് കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലുള്ള ജയിലിൽ നിന്നും മോചിതനാകാൻ വേണ്ടി അമ്പലത്തിൽ പോയി പല പരിഹാര കർമ്മങ്ങളും ചന്ദ്രമതി ശ്രുതിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, 41 ദിവസം വ്രതം എടുക്കണം. മാംസാദികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം ഭക്ഷണം സ്വയം പാചകം ചെയ്ത് തന്നെ കഴിക്കണം. അതുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്, നീ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്ന്. രേവതിയോട് അടുക്കളയിലേക്ക് വരരുത് എന്നും പറയുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ചന്ദ്രമതി അടുക്കളയിൽ ചെല്ലുമ്പോൾ എന്താണ് കാണുന്നത്? ശ്രുതിയാണെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ നിൽക്കുകയാണ്. അതുകൊണ്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ ഇത്ര നേരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലേ? എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ആദ്യം നീ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്ക്, എന്നിട്ട് ഈ പച്ചക്കറികളൊക്കെ അരി എന്ന് പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ മനസ്സിൽ ദേഷ്യമൊക്കെ പിടിച്ചിട്ട് മനസ്സോടെ ഇങ്ങനെ പച്ചക്കറി അരിക്കുകയും അവസാനം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ചന്ദ്രമതി ശ്രുതിയുടെ കയ്യും പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ആൻറ്റി എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, നീ വാ എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. എന്നിട്ട് മുറ്റത്ത് എത്തിയപ്പോൾ പറയുന്നുണ്ട്, ഇനി മുതൽ 41 ദിവസവും നീയാണ് കോലമിടേണ്ടത്. അത് കേട്ടപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇതുവരെ രേവതിയായിരുന്നല്ലോ കോലമിട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ചന്ദ്രമതി കോലത്തിൻ്റെ പൊടിയൊക്കെ എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി കോലം ഇടുന്നുണ്ട്. അത് കണ്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഇത്ര നാൾ രേവതി ഇട്ടുകൊണ്ടിരുന്നത് കോലം, ഇപ്പോൾ പാർലറെടുത്ത് ഇടുന്നത് അലങ്കോലം. അത് കേട്ട് രവിയൊക്കെ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ ഇങ്ങനെ സച്ചിയെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.